മുട്ടിൽ നീര് വന്നതുകൊണ്ട് പടികൾ കയറാൻ ബുദ്ധിമുട്ടുന്നുണ്ടോ? കസേരയിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ മുട്ടു വലിഞ്ഞു പിടിക്കുന്നത് പോലെ തോന്നാറുണ്ടോ? നിലത്തിരിക്കാനോ നമസ്കാരം ചെയ്യാനോ പോലും പറ്റുന്നില്ലേ? പലരും പെയിൻ കില്ലർ കഴിക്കുകയോ മുട്ടിൽ തൈലം പുരട്ടുകയോ ചെയ്ത ശേഷം വിട്ടുകളയുകയാണ് പതിവ്. പക്ഷേ മുട്ടിലെ നീര് ഒരു രോഗമല്ല, മുട്ടിനകത്ത് ഒരു പ്രശ്നമുണ്ട് എന്നുള്ളതിനുള്ള ശരീരത്തിന്റെ ഒരു മുന്നറിയിപ്പാണ്. ആദ്യം ഒരു കാര്യം മനസ്സിലാക്കണം, നമ്മളുടെ മുട്ടിന് ഉള്ളിൽ സാധാരണയായി ചെറിയ അളവിൽ ജോയിന്റ് ഫ്ലൂയിഡ് അടങ്ങിയിട്ടുണ്ട്. എന്നാൽ മുട്ടിനകത്ത് എന്തെങ്കിലും പ്രശ്നമുണ്ടാകുമ്പോൾ ഈ ഫ്ലൂയിഡിന്റെ അളവ് വർദ്ധിക്കുകയും മുട്ടു വീർക്കുകയും ചെയ്യുന്നു. ഇതിനെയാണ് സാധാരണയായി മുട്ടിൽ നീര് എന്ന് പറയുന്നത്. ഇതിന് പല കാരണങ്ങളുണ്ട്. ഏറ്റവും സാധാരണമായി കാണുന്ന കാരണം മുട്ടിന്റെ തേയ്മാനമാണ്. ഇതുകൂടാതെ മുട്ടിന് പരിക്കേൽക്കുക, ലിഗമെന്റ് അല്ലെങ്കിൽ മെനിസ്കസിനുണ്ടാകുന്ന ഇഞ്ചുറി, ഗൗട്ട്, റുമറ്റോയിഡ് ആർത്രൈറ്റിസ്, ചിലപ്പോൾ ജോയിന്റ് ഇൻഫെക്ഷൻ എന്നിവയും മുട്ടിൽ നീര് വരാൻ കാരണമാണ്. മുട്ടിൽ നീര് വന്നാൽ എപ്പോൾ കൂടുതലായി ശ്രദ്ധിക്കണം? മുട്ട് പെട്ടെന്ന് വളരെ വീർക്കുകയോ നടക്കാൻ സാധിക്കാത്ത വിധം വേദന ഉണ്ടാവുകയോ പനിയോടൊപ്പം വീക്കം വരികയോ പരിക്കിന് ശേഷം ഉടനെ ഉണ്ടാകുന്ന മുട്ടുവീക്കമോ അല്ലെങ്കിൽ മുട്ടിന് വീണ്ടും വീണ്ടും നീര് വരികയോ ചെയ്താൽ ഒരു സാഹചര്യവശാലും അതിനെ അവഗണിക്കരുത്. ഒരു പ്രധാന കാര്യം മുട്ടിലെ നീര് കുറയ്ക്കുക എന്നുള്ളതല്ല ചികിത്സ, മുട്ടിലെ നീരിന്റെ കാരണത്തെ കണ്ടെത്തുക എന്നുള്ളതാണ് പ്രധാനം. കാരണത്തിനനുസരിച്ചാണ് ചികിത്സ വ്യത്യസ്തമാകുന്നത്. ശരിയായ സമയത്ത് ചികിത്സ എടുത്താൽ വേദന കുറയ്ക്കാനും ജോയിന്റിന്റെ കേടുപാടുകൾ ഒഴിവാക്കാനും ദൈനംദിന ജോലികൾ ചെയ്യാനും നടക്കാനുമുള്ള കഴിവുകൾ സംരക്ഷിക്കാനും കഴിയും. എന്നാൽ വൈകിയാൽ ചില രോഗങ്ങളിൽ ജോയിന്റിന് സ്ഥിരമായ കേടുപാടുകൾ വരെ സംഭവിക്കാം. മുട്ടിലെ നീര് എങ്ങനെ കുറയ്ക്കാമെന്ന് അടുത്ത വീഡിയോയിൽ വിശദമായി പറഞ്ഞുതരാം. ആ വീഡിയോ കാണാൻ ഈ അക്കൗണ്ട് ഫോളോ ചെയ്തോളൂ. മുട്ടിന് നീര് കാരണം ബുദ്ധിമുട്ടുന്നവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കൂ.